ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ്, ഈ ഒരു സൈസ് ഉണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെ ഞാനിത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിത് ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കുകയാണ്. അതിനായിട്ടൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞാൻ ഈ ചെമ്മീനെല്ലാം ഒന്ന് ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 മുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നേരത്തെ ചെമ്മീൻ ഫ്രൈ ആക്കിയ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കളർ ചേഞ്ച്. അതുകൊണ്ട് ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിലിൽ തന്നെ ഉള്ളി വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേകുന്നത് വരെ ഇളക്കി കൊടുക്കുക. കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള ചെമ്മീൻ ചേർത്തിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മുളകും ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. മുളക് ഓപ്ഷണലാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.